നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. നിക്ഷേപ പലിശ നിരക്കുകൾ താഴേക്ക്, വരുമാനം നിലനിർത്താൻ മാർഗങ്ങളേറെ. അടുത്ത കാലത്തായി സ്ഥിതി മാറുന്നുണ്ടെങ്കിലും രാജ്യത്തെ പകുതിയോളം കുടുംബാംഗങ്ങളെയും വ്യക്തികളും തങ്ങളുടെ മികച്ച സമ്പാദ്യവും കരുതലും ധനവും ബാങ്ക് നിക്ഷേപങ്ങളിലാണ് സൂക്ഷിക്കുന്നത്. ഇതിൻ്റെ പലിശ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരും ഏറെയാണ്. ഈ വർഷം 3 തവണയായി റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് വരുത്തിയ 1% കുറവിൻ്റെ ചുവട് പിടിച്ച് പ്രമുഖ ബാങ്കുകളെല്ലാം തങ്ങളുടെ സേവിങ്സ് ബാങ്ക് ഉൾപ്പെടെയുള്ള നിക്ഷേപങ്ങൾക്ക് പലിശ കുറച്ചുകൊണ്ടിരിക്കുന്നു. കുറയുന്ന പലിശ നിരക്കിനും യുദ്ധഭീഷണികളെ ഉയർത്തുന്ന വിലക്കയറ്റത്തിനും നടുവിൽ ശമ്പളം പോലുള്ള സജീവ വരുമാനമില്ലാതെ പലിശ വരുമാനം മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന ബാങ്ക് നിക്ഷേപകരാണ് ഏറെ വലയുന്നത്. അനിവാര്യ മാറ്റങ്ങളെ മനസ്സിലാക്കി ബാങ്ക് നിക്ഷേപകർ മനോഭാവവും സാമ്പത്തിക തീരുമാനങ്ങളും മാറ്റിയാലേ പലിശ വരുമാനം സംരക്ഷിക്കാനാവൂ. ഉറപ്പായ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ പ്രമുഖരെല്ലാം ഇതിനോടകം കുറച്ചിട്ടുണ്ട്. നിക്ഷേപങ്ങൾ ഉൾപ്പെടെ ബാങ്കുകളുടെ മൊത്തം ബാധ്യതയുടെ നിശ്ചിത ശതമാനം പണമായി റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ട നിർബന്ധിത ആനുപാതികമായ ക്യാഷ് റിസർവ് റേഷ്യോ നവംബറോടെ 4 നിന്ന് 3% കുറയും. ഇക്കാരണത്താൽ അധികമായി ബാങ്കുകളുടെ കയ്യിലെത്തുന്ന പണം കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ നൽകാനാകുമെന്നതിനാൽ കൂടുതൽ നിക്ഷേപങ്ങൾ സമാഹരിക്കാൻ ബാങ്കുകൾക്ക് ഉത്സാഹം കുറയും. വ്യക്തമാക്കേണ്ട നിക്ഷേപ ലക്ഷ്യങ്ങൾ. എങ്ങനെയും കുറച്ച് പലിശ വരുമാനം കിട്ടിയാൽ മതി എന്ന് മാത്രമായി നിക്ഷേപ ലക്ഷ്യങ്ങൾ ചുരുക്കാനാവില്ല. പലിശ വരുമാനത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് നിരക്കുകളുടെ സ്ഥിരതയും വരുമാനത്തിൻ്റെ ഉറപ്പും പ്രധാനമാണ്. പലിശയ്ക്കൊപ്പം മൂലധന വളർച്ച കൂടി ഉറപ്പാക്കിയില്ലെങ്കിൽ മുതലിൻ്റെ ഒരു ഭാഗം കൂടി എടുത്ത് ചെലവാക്കേണ്ട അവസ്ഥയുണ്ടാകും. ഇതിനെല്ലാം ഉപരിയായി വിപണിയുടെ മാറ്റങ്ങളിൽ നഷ്ടം സംഭവിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ നടപ്പാക്കാനും കഴിയണം. മാറ്റിപ്പിടിക്കണം. സാമ്പത്തിക സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ സമ്പാദ്യം വിവിധ അവസരങ്ങളിലായി സന്തുലിതമായി വിഭജിച്ച് നിക്ഷേപിക്കുന്ന രീതിയാണ് വൈവിധ്യവൽക്കരണം. ഉറപ്പായ വരുമാനം നൽകുന്ന കടപ്പത്രങ്ങൾ, ഉയർന്ന വരുമാനം നൽകുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ, മൂലധന വർധന ഉണ്ടാക്കുന്ന ഓഹരികൾ, പണപ്പെരുപ്പ് നിരക്കിനെ വെല്ലുന്ന സ്വർണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആസ്തികൾ തുടങ്ങിയവയിൽ പണം വിഭജിച്ച് നിക്ഷേപിക്കാനാകണം. കടപ്പത്രങ്ങളെ അധിഷ്ഠിതമാക്കി വിപണിയിൽ ലഭിക്കുന്ന കടപ്പത്ര മ്യൂച്വൽ ഫണ്ടുകൾക്ക് പ്രസക്തിയേറുന്നു. മെച്ചപ്പെട്ട റേറ്റിംഗിലുള്ള നല്ല അടിത്തറയുള്ള കമ്പനികളുടെ കടപ്പത്രങ്ങൾ, കമ്പനി നിക്ഷേപങ്ങൾ എന്നിവയും ലഭ്യമാണ്. സാക്ഷരതയും സാങ്കേതിക വിദ്യയും. വ്യത്യസ്ത നിക്ഷേപാവസരങ്ങളെ അവലോകനം ചെയ്ത് സാധ്യതകൾ വിലയിരുത്തുന്നതിനും പണം നിക്ഷേപിക്കുന്നതിനും മാറി വരുന്ന വിപണി സാഹചര്യങ്ങളനുസരിച്ച് വ്യതിയാനങ്ങൾ വരുത്തുന്നതിനും മൊബൈൽ സാങ്കേതിക വിദ്യയിൽ ലഭ്യമായ സാമ്പത്തിക പോർട്ടലുകളും ആപ്പുകളും പ്രയോജനപ്പെടുത്തണം. വിപണിയിലെ ചാഞ്ചാട്ടം മെരുക്കിയെടുത്ത് നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം ഉറപ്പാക്കുന്ന മൂലധനം പരീക്ഷിച്ച് വളർത്തിയെടുക്കുന്നതിനും വൈവിധ്യവൽക്കരണം അനായാസം നടപ്പാക്കുന്നതിനും സാങ്കേതികവിദ്യ വിരത്തുമ്പിലൂടെ സഹായത്തിനെത്തും. സാക്ഷരതയും സാങ്കേതിക വിദ്യയും. വ്യത്യസ്ത നിക്ഷേപ അവസരങ്ങളെ അവലോകനം ചെയ്ത് സാധ്യതകളെ വിലയിരുത്തുന്നതിനും പണം നിക്ഷേപിക്കുന്നതിനും മാറി വരുന്ന വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യതിയാനങ്ങൾ വരുത്തുന്നതിനും മൊബൈൽ സാങ്കേതിക വിദ്യയിൽ ലഭ്യമായ സാമ്പത്തിക പോർട്ടലുകളും ആപ്പുകളും പ്രയോജനപ്പെടുത്തണം. കോവണിപ്പിടി തന്ത്രം. പ്രമുഖ ബാങ്കുകൾ പലിശ നിരക്കിൽ കുറവ് വരുത്തുമ്പോഴും മറ്റു ബാങ്കുകളും സ്മോൾ ഫിനാൻസ് ബാങ്കുകളും ഉയർന്ന നിരക്കുകൾ തുടരുന്നുണ്ട്. കൂടുതൽ കാലാവധിയുള്ള ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഉയർന്ന നിരക്കുകൾ ഇപ്പോഴും പല ബാങ്കുകളും തുടരുന്നുമുണ്ട്. ഒരിക്കൽ നിക്ഷേപം നടത്തിയാൽ നിക്ഷേപ കാലാവധിയിൽ ബാങ്കിൽ പലിശ കുറയ്ക്കുന്നില്ല. നിക്ഷേപം നടത്താനുള്ള മൂലധനം, പണം ആവശ്യത്തിന് തിരികെ കയ്യിലെത്തേണ്ട കാലയളവ് എന്നിവ അടിസ്ഥാനമാക്കി അപ്പോൾ ആവശ്യമായി വരുന്ന തുക, 3 മാസത്തിനും 12 മാസത്തിനും ഇടയിൽ ആവശ്യമായി വരുന്ന തുക, 3 വർഷത്തിനിടയിൽ ആവശ്യമായി വരുന്ന തുക, അതിനു മുകളിൽ മാത്രം പിൻവലിക്കേണ്ടി വരുന്ന തുക എന്നിങ്ങനെ തരംതിരിച്ചെടുക്കണം. ഹ്രസ്വകാല ആവശ്യങ്ങൾക്ക് ബാങ്ക് നിക്ഷേപം കൂടുതലായി ഉപകരിക്കും. മധ്യകാല സാവകാശമുള്ള തുകകൾ ബാങ്ക് നിക്ഷേപങ്ങളോടൊപ്പം ഉയർന്ന പലിശ ലഭിക്കുന്ന മറ്റ് അവസരങ്ങൾ എന്നിങ്ങനെ വിന്യസിക്കാം. ദീർഘകാല അടിസ്ഥാനത്തിലാകുമ്പോൾ ഓഹരി, മ്യൂച്വൽ ഫണ്ട്, ഉയർന്ന പലിശ ലഭിക്കുന്ന ദേശീയ സമ്പാദ്യ പദ്ധതികൾ എന്നിവ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.